എല്ലാവർക്കും നമസ്കാരം. വീട്ടിലെ അടുക്കള ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനലിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള പ്രഥമനാണ്. തീർച്ചയായും എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണണം. ചക്കപ്രഥമന്റെ പായസത്തിന്റെ സജഷൻസും കമന്റ്സും ഞങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി ഞങ്ങൾക്ക് അറിയിക്കണം. അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ചക്കപ്രഥമന് പ്രധാനമായിട്ട് വേണ്ടത് ചക്കയാണ്. ഏകദേശം ഞാനൊരു 100 ചുളയ്ക്ക് മുകളിൽ എടുത്തിട്ടുണ്ട് ചക്കച്ചുള. അതിന്റെ കുരു കളഞ്ഞതാണ്. ഇപ്പൊ ചുള മാത്രമേ ഉള്ളൂ. നമ്മൾ 2 നാളികേരം ഫുൾ നാളികേരമാണ് എടുത്തുള്ളത്. അപ്പൊ അതിന്റെ ചെരുകി വെച്ച തേങ്ങയെന്ന് നമുക്ക് പാല് പിഴിഞ്ഞെടുക്കണം. അപ്പം അത് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് ആയിട്ട് നമ്മൾ മാറ്റി വെക്കണം. 3/4 കിലോ ശർക്കര, മുന്തിരി 2 ടേബിൾ സ്പൂൺ, പിന്നെ ഏലക്ക പൊടിച്ചത് 2.5 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ് 2.5 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു ചെറിയ കപ്പ് തേങ്ങ കൊത്ത്, ഇതുപോലെ 3 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ചക്ക നമുക്കൊന്ന് കുക്കറിലിട്ട് ഒരു വിസിലിട്ട് വേവിക്കണം. അപ്പൊ നമുക്കിത് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ തേങ്ങാപ്പാല് നമുക്ക് 1-ാം പാല് 2-ാം പാലായിട്ട് നമുക്ക് തേങ്ങാപ്പാല് പിഴിഞ്ഞ് മാറ്റി വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ ചക്ക കുക്കറിലിട്ട് വേവിക്കാൻ പോവാ. അതിന് ഞാൻ ഏകദേശം ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ വിസിൽ മതി, ഒന്ന് വേവുക വേണ്ടു. അപ്പൊ നമ്മളിവിടെ പാല് പിഴിഞ്ഞെടുത്തു. അപ്പം ഓർഡർ അനുസരിച്ച് വരികയാണെങ്കിൽ ഇതാണ് 1-ാം പാല്. 1-ാം പാല് ഏകദേശം ഒരു 3/4 കപ്പോളം ഉണ്ട്. അതുപോലെ തന്നെ 2-ാം പാല് എനിക്കൊരു ഫുൾ ബൗൾ കിട്ടിയിട്ടുണ്ട്. ഈ ഗ്ലാസിന്റെ ബൗളിൽ നമ്മൾ ഇതിലാണ് നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ എനിക്കൊരു ഫുൾ ബൗൾ കിട്ടിയിട്ടുണ്ട്. അതേപോലെ 3-ാം പാല് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതേ ബൗളിൽ നമ്മൾ കണക്കെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് ഒരു 1.5 ബൗള് പാല് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ബൗളിന്റെ അനുസരിച്ച് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതെനിക്ക് ഒരു കാൽ ബൗളിന്റെ അത്ര എനിക്ക് കട്ടിയുള്ള 1-ാം പാലാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ 1-ാം പാൽ എടുക്കുന്ന സമയത്ത് നമ്മള് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് തേങ്ങ നന്നായി കൈകൊണ്ട് തിരുമ്മിയിട്ടാണ് നമ്മൾ ഈ പാലെടുക്കണം, 1-ാം പാല്. അതുപോലെ 2-ാം പാല് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമുക്ക് 2-ാം പാലും കിട്ടും. ഇപ്പൊ 3-ാം പാലിൽ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്ത പാലാണിത്. ഇത് മിക്സിയിൽ തന്നെ അടിച്ചെടുത്ത പാലാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമുക്ക് പാല് പെട്ടെന്ന് കിട്ടുന്ന വെച്ചാൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി ഈ തേങ്ങയുടെ കൂടെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് പാല് നമുക്ക് അതൊന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും. പച്ചവെള്ളത്തിനേക്കാൾ നല്ലത് ചൂടുവെള്ളമാണ്. ഇപ്പൊ ഞാൻ ഒരു വിസിലിട്ടിട്ടാണ് നമ്മുടെ ചക്ക വേവിച്ചത്. അപ്പൊ നമുക്ക് വേവിച്ചത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിന് ചൂടാറിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം. വേണ്ട, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മള് ചക്ക വേവിക്കാൻ വെച്ചത്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ ചക്കയിലുള്ള വെള്ളമാണ് ഇത് മുഴുവനും. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടത്, ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മളിപ്പോ വേവിച്ചു വെച്ച ചക്ക നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു. ഞാൻ ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോണെന്ന് ഈ ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു അര ഗ്ലാസോളം വെള്ളം മതി. ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടു. ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത് വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് ഏകദേശം ബ്രൗൺ കളറായി ഇതായിട്ടുണ്ട്. ഇപ്പൊ നമുക്കിത് കോരി മാറ്റാം. നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് അണ്ടിപ്പരിപ്പും നമ്മളെ നെയ്യിലിട്ട് വറുത്തുണ്ട്. ഇതൊക്കെ നമുക്ക് കോരിയെടുക്കാം. മുന്തിരി ഇടാം. ഞാൻ കോരിയെടുക്കാം. മുന്തിരി പിന്നെ പെട്ടെന്ന് ആവും. അപ്പൊ പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ അതിന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് ചക്കയുടെ ഇത് നമുക്കിതിലിട്ട് ഈ ചക്ക വേവിച്ചത് ഇതിലിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. അത്
കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മളിവിടെ ഉരുക്കി വെച്ച ശർക്കര നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ശർക്കര ഒഴിച്ചിട്ട് നന്നായി കുറച്ച് വറ്റിച്ചെടുക്കണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാതിരിക്കണം. കുറച്ച് അകലെ നിന്നിട്ട് നമ്മൾ ഇളക്കണം. വെച്ചാൽ ഇത് ഇങ്ങനെ പൊട്ടി തെറിച്ചോണ്ടിരിക്കും. നമ്മുടെ ചക്ക അതിന്റെ വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചക്ക വേവിച്ചെടുക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചെങ്കിലും ചിലപ്പോൾ നമ്മൾ ചക്ക വേവിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിലത്തെ വെള്ളങ്ങൾ വരും. അപ്പൊ ആ വെള്ളമൊക്കെ ഇങ്ങനെ പറ്റി പോകാനാണ് ഞാനിത് ഇത്രയും നേരമായിട്ട് ഇളക്കിയത്. അപ്പം ഇത് വേണമെങ്കിൽ ഇനി നന്നായിട്ട് നമുക്കൊന്ന് കുറുകിയെടുക്കാം. ഇപ്പൊ നമ്മൾ പായസം ആയതുകൊണ്ട് ഞാൻ അധികം കുറുകിയെടുക്കുന്നില്ല, ഏകദേശം ഇത്ര മതി. ഇനി നമുക്ക് ഇതിലേക്ക് 3-ാം പാൽ ആദ്യം ഒഴിക്കാം. ഞാനിപ്പോ ഇവിടെ ആദ്യം ഒഴിക്കാൻ പോകുന്നത് നമ്മൾ 3-ാം പാലാണ്. നമുക്കിത് 3-ാം പാൽ ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ 3-ാം പാലാണ് നമ്മൾ ആദ്യം ഒഴിച്ചുള്ളത്. ഇനി 3-ാം പാലിൽ ഇതൊന്ന് കുറുകി വരുമ്പോ നമുക്ക് 2-ാം പാൽ ഒഴിക്കണം. ലാസ്റ്റ് ആണ് നമ്മൾ 1-ാം പാൽ ഒഴിക്കുന്നത്. ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ട് വെച്ചെങ്കിൽ ശർക്കര നമ്മൾ എടുക്കുന്ന ശർക്കര കുറച്ചായിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2-ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ലാസ്റ്റ് വരുന്നത് നിങ്ങൾ ഒഴിക്കണ്ട. ഇതിൽ തേങ്ങയുടെ ആ പീരയുടെ ഒക്കെ ഒരു തരിതരിപ്പുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ തേങ്ങാപ്പാല് പിഴിഞ്ഞ് വെക്കുന്ന പാത്രം നല്ല ശുദ്ധിയായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒഴിച്ച പാല് ചിലപ്പോൾ ചീത്തയായി പിരിയാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇനി നമുക്ക് ഈ 1-ാം പാല് നമ്മൾ മാറ്റി വെച്ച പാലും കൂടി ഒഴിക്കാവുന്ന. നമ്മളിപ്പോ 1-ാം പാൽ ഒഴിച്ചു. ഇപ്പൊ നമ്മൾ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ഏലക്ക പൊടി നമ്മൾ ഇതിലേക്ക് ഇടാം. അപ്പൊ ഇതേ നമ്മൾ ഏലക്ക പൊടിച്ചത് നമ്മൾ ഇതിലേക്ക് ഇടണം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ചുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചുക്കിന്റെ പൊടിയും ചേർക്കാം. എനിക്ക് ചുക്ക് ഇവിടെ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ചുക്കിന്റെ പൊടി ചേർക്കാത്തത്. അത് കിട്ടുവാണെച്ചെങ്കിൽ ഒരു ലേശം ചുക്കിന്റെ പൊടിയും ചേർക്കാവുന്നതേ ഉള്ളൂ. 1-ാം പാല് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യേ വേണ്ടൂ. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചത് അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് പായസത്തിലേക്ക് ഇടാം. അപ്പം ഇപ്പൊ നോക്കേണ്ട, പായസം കുറച്ച് നമ്മൾ അധികം കട്ടിയാക്കിയിട്ടില്ല. കാരണം അത് ചൂടാറുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കട്ടിയായിക്കോളും. അപ്പം ഇത് ഇപ്പൊ ചൂട് കൊടുക്കണ ഇതിന്റെ കൺസിസ്റ്റൻസി ഏകദേശം കുറച്ച് തിക്കുണ്ട്. അങ്ങനെ നമ്മുടെ ചക്ക പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും ശ്രമിക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചക്ക പായസമാണ്. അപ്പൊ ഞങ്ങളുടെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ഇടുക, അങ്ങനെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.